ശ്രീ വിനു കിരിയത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ അത് കേസായി കൂടി എത്തുന്നു എന്നുള്ളതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് കൊല്ലത്തും കോട്ടയത്തുമാണ് കേസെടുത്തത്. ശ്രീ വിനു കിരിയത്ത്, നമുക്ക് ആദ്യം സിദ്ദിഖിന്റെ വിഷയത്തിൽ താൽക്കാലികമായ ആശ്വാസം മാത്രമാണ്. അതെ, പക്ഷെ അത് താങ്കൾക്ക് അത് പറയുന്നതിനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം ലഡു ഒക്കെ അവർ വിതരണം ചെയ്തതായി കാണുന്നു, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നു. ലഡു ഒന്നും വിതരണം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നുമല്ല. കോടതിയുടെ നിരീക്ഷണം വളരെ ഇതാണ്. കാരണം ഇത്രയും കാലം താമസിച്ചതെന്ത്? അത് ന്യായമായ ഒരു ചോദ്യമാണ്. രണ്ട്, സിദ്ദിഖിന്റെ വക്കീൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് ബാക്കി എല്ലാവർക്കും ജാമ്യം കിട്ടി, ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയില്ല, എനിക്ക് ജാമ്യം കിട്ടിയില്ല? അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ നീതി എല്ലാവർക്കും തുല്യമാണ്. പിന്നെ ഇതൊരു താൽക്കാലിക അങ്ങനെ പറയാനാകില്ല. കാരണം താങ്കൾക്ക് ഇതൊക്കെ വ്യക്തമായി അറിയാം. താങ്കൾ പക്ഷേ സിദ്ദിഖിനെ ന്യായീകരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നോക്കൂ അജിംഷാദ്, അല്ല, ആദ്യഘട്ടങ്ങളിലൊക്കെ ശക്തമായി നിഷ്പക്ഷമായി നിരീക്ഷിച്ച ആളാണ്. പക്ഷേ ഇവിടെ കാരണം ഈ രണ്ട് കാര്യങ്ങൾ, താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ പ്രധാന വിഷയങ്ങളാണ്. കാരണം ഒന്ന്, എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു? അത് കോടതിയുടെ തന്നെ പ്രീസിഡൻസ്, മുൻകാല വിധികൾക്കെതിരാണ്. കാരണം പീഡനം നടന്നാൽ അതിന് കാലതാമസം ഒരു വിഷയമല്ല. കാരണം ഒരു പെൺകുട്ടി സ്വിച്ചിട്ടതുപോലെയല്ല പരാതി കൊടുക്കേണ്ടത്. അവൾ അനുഭവിക്കുന്ന ചില മാനസിക അവസ്ഥകളുണ്ട്. അതിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ കോടതി തന്നെ അംഗീകരിച്ച മാനദണ്ഡങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുക എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. രണ്ട് താങ്കൾ പറഞ്ഞത് എന്താണ്? ഈ മറ്റുള്ളവർക്ക് ജാമ്യം കൊടുത്തു. മറ്റുള്ളവർക്ക് ജാമ്യം കൊടുത്തത് കേസിൻ്റെ മെറിറ്റാണ്. ഇവിടെ അത്തരത്തിലൊരു മൊഴി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ SIT നടത്തിയ പരിശോധനയിൽ എല്ലാ തെളിവുകളും സിദ്ദിഖിനെതിരെയുണ്ട്. കാരണം മസ്കോറ്റ് ഹോട്ടലിൽ അവർ പോയത്, അവരവിടെ എത്തിയത്, അവിടെ താമസിച്ചത്, ജനാലയിലൂടെ പുറത്തേക്ക് കാണുന്ന സ്വിമ്മിംഗ് പൂൾ, ഇതടക്കം എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞത് ശരിയായി. അന്ന് ഓർഡർ ചെയ്ത ഭക്ഷണം, തൈരും മീനും അടക്കം. തുടരാം അജിംഷാദെ, നമുക്ക് എന്തിനാണ് മേൽക്കോടതി കീഴ്ക്കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും നിരീക്ഷിക്കുന്ന രീതിയിലാണല്ലോ നിയമം പാസ്സാക്കുന്നത് അല്ല. അപ്പൊ സുപ്രീം കോടതിക്ക് തോന്നിയ കാര്യങ്ങളാണ് ജഡ്ജിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. 2 ആഴ്ച കഴിയുമ്പോൾ സിദ്ദിഖ് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, കോടതിയുടെ വേറൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ലല്ലോ, ശരിയല്ലേ? ഇതൊരു വലിയ ഇൻഡസ്ട്രി. അതിനെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറാവാനായിട്ട് നമ്മളാരും ഒരിക്കലും തയ്യാറല്ല. ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിനോടൊക്കെ എന്നും ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ന്യായമായ ഒരു ചോദ്യമാണ്, എന്ത് ഇത്ര നാൾ പോയി? പിന്നെ കോടതി പോയിട്ടുള്ളൂ. പിന്നെ ഈ ചാനലുകളിൽ എന്താ പറയുന്നത്? കോടികൾ വിലയുള്ള വക്കീല് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും അപ്പൊ എന്റെ കോടി ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അകത്തായനല്ല. അങ്ങനൊന്നും അല്ല. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതെ. പക്ഷെ സാധാരണക്കാർ നോക്കും, 1000 രൂപ തികച്ചില്ലാത്ത ഒരുത്തനാണ് ഈ കേസിൽ പെട്ടെങ്കിൽ അവൻ ആണ് തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ട് സിദ്ദിഖിനെ ഇതുവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതും നമുക്കതിന് ഉത്തരം പറയാനില്ല. പുള്ളി കേരളത്തിലുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? താങ്കൾക്കറിയാമോ? അറിയാമെങ്കിൽ ഇപ്പോൾ താങ്കളെ പോലീസ് ഉദ്യോഗസ്ഥർ സമീപിക്കും. അല്ലല്ല, എനിക്കറിയാം. അങ്ങനെയല്ല നോക്കൂ, അതാണ് അജിംഷാദെ. ഒരുപക്ഷെ എന്നേക്കാൾ അജിംഷാദിനെ അറിയായിരിക്കും. അങ്ങനെയൊന്നും അല്ല. ചാനലുകാരാണല്ലോ ഇതിന്റെ ഒക്കെ പുറകെ ക്യാമറയുമായി പോകുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. എന്തായാലും സിദ്ദിഖ് ബോംബെയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും കാരണം ശ്രീ വിനു കിരിയത്ത്, അല്ല, അത് നിങ്ങൾ ഏതോ ഒരു ചാനലിൽ ഞാൻ കണ്ട് വക്കീലാണ് പോയിരിക്കുന്നതെന്നൊക്കെ. അപ്പൊ എവിടെയാണെന്ന് പിന്നെ ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടി ഒളിപ്പിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കും. ഒരിക്കലും മമ്മൂട്ടിയൊന്നും അങ്ങനെ ചെയ്യുന്ന ആളൊന്നും അല്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. നിയമം അദ്ദേഹം ഒരു ലോയറും കൂടെ അല്ലേ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ ഒന്നും ഞങ്ങളാരും വിശ്വസിക്കാറില്ല. നീതിപൂർവ്വം നടക്കട്ടെ. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് അറിയാൻ പറ്റുമല്ലോ. സത്യം ജയിക്കട്ടെ. അത് സിദ്ദിഖായാലും ശരി, ആരായാലും അല്ലേ? പക്ഷെ ഒരു പോയിന്റ് വീണ്ടും പ്രസക്തമായി പറയുന്നു. ഈ 15 കൊല്ലം എന്ന് പറയുമ്പോൾ ഇതിനെന്താ തെളിവ്? ഒരു തെളിവ് വേണ്ട. ചുമ്മാ ആർക്കും ആരെയും പറയാനുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ആ ഒരു കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടല്ല, ഞാൻ ഒരിക്കലും സിദ്ദിഖ് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പൊ സിദ്ദിഖിനോട് നിൽക്കുന്നത് വളരെ ജെന്യുവൻ. കാരണം ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ പാടില്ല. അതാണ് കോടതി വെച്ചത്. ഇത് ഇവിടെ ഇല്ലല്ലോ, എല്ലാ സർക്കാർ ഓഫീസിലും ഉണ്ട്, കോളേജുകളിലും ഉണ്ട്, സ്കൂളുകൾ, ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ടല്ലോ. എല്ലായിടത്തും തെറ്റുകൾ നടക്കുന്നു എന്നത് ഒരു തെറ്റിന് ന്യായീകരണമല്ല ശ്രീ വിനു കിരിയത്ത്. ഞാൻ തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത്, ഞാൻ തിരിച്ചെത്താം.